പറവൂരിൽ കുറുവാ സംഘം എത്തിയെന്ന് സംശയിക്കുന്ന വീടുകളിൽ ഇന്ന് പ്രത്യേക സംഘം പരിശോധന നടത്തുകയാണ്. ഇതുവരെ 7 വീടുകളിൽ മോഷ്ടാക്കൾ എത്തിയെന്നാണ് കണ്ടെത്തലുള്ളത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതലയുള്ളത്. കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകുക. മുസ്തഫ, ഗുഡ് മോർണിംഗ്. അവിടെ പറവൂരിലെത്തിയതും കുറുവാ സംഘമാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കാരണമായത് എന്താണ്? ദിവ്യ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസിന് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായും കുറുവാ സംഘമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, 3 ദിവസം മുമ്പാണ് പറവൂരിലെ 3 ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കുമാരമംഗലം, കരിമ്പാടം, തൂയിത്തറ, ഈ 3 പ്രദേശങ്ങളിലുള്ള വിവിധ വീടുകളിൽ ഒരേ സമയം തന്നെ ഇങ്ങനെ ഈ കുറുവാ സംഘത്തിനേത് സമാനമായ രീതിയിലുള്ള വസ്ത്രവും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള സംഘം എത്തിയത്. പക്ഷേ ഒരു വീടുകളിലും കാര്യമായ മോഷണം നടന്നിട്ടില്ല. പക്ഷേ എല്ലാ വീടുകളുടെയും പിൻവാതിൽ തകർത്ത് മോഷണ ശ്രമം നടത്തിയ നിലയിലാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഇന്നലെ മുതൽ തന്നെ ഒരു 10 അംഗ സംഘം അവിടെ ക്യാമ്പ് ചെയ്ത് അന്വേഷിക്കുന്നത്. ഇന്നലെ വൈഭവ് സക്സേന, റൂറൽ SP, അവിടെ എത്തി വിശദമായി തന്നെ ഈ വിഷയം പരിശോധിക്കുകയും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ആദ്യം പോലീസ് കേസെടുത്തിരിക്കുന്നത് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ ആ FIR-ൽ എവിടെയും ഇത് കുറുവാ സംഘത്തിൻ്റെതിന് സമാനമായ രീതിയിലുള്ള മോഷണമാണെന്നോ അല്ലെങ്കിൽ കുറുവാ സംഘമാണെന്നോ ഒരു തരത്തിലുള്ള മോഷണമല്ല. പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിലും മറ്റു സമീപ പരിസരങ്ങളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള മോഷണ ശ്രമം റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യത്തിൽ പ്രദേശത്തുള്ള ഏതെങ്കിലും മോഷ്ടാക്കൾ ഒരു ഭീതി ജനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മോഷണം നടത്തുന്നതിനോ സമാനമായ രീതിയിൽ കോസ്റ്റ്യൂം ഉൾപ്പെടെ ധരിച്ച് ആ രൂപത്തിൽ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ഒരു മോഷണ ശ്രമമാണോ എന്നതുൾപ്പെടെ പോലീസ് ഇപ്പോൾ പ്രാഥമികമായി സംശയിക്കുന്നുണ്ട്. ആ രൂപത്തിലും അന്വേഷണം പോലീസ് കേന്ദ്രീകരിക്കുന്നുണ്ട്. എന്തായാലും ഒരു 7 അംഗ സംഘം പോലീസ് 7 വീടുകളിൽ നടത്തിയ പരിശോധന പ്രകാരം 10 അംഗ പോലീസ് സംഘം ഉൾപ്പെടുന്ന മുനമ്പത്തെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്നും വീടുകളിൽ പരിശോധന നടത്തും. ഇതുവരെ 7 വീടുകളിലാണ് ഇങ്ങനെ മോഷണ ശ്രമം കണ്ടെത്തിയത്. എന്തായാലും പരിശോധന ഇന്നും തുടരും. വിശദമായ ഒരുപക്ഷെ കമ്മീഷണറുടെ SP-യുടെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് 10:00 പ്രതീക്ഷിക്കാം. ദിവ്യ.